കോഴിക്കോട് കമ്മത്ത് ലൈനിൽ 118 പവൻ സ്വർണ്ണാഭരണങ്ങളുമായി ജ്വല്ലറി നടത്തിപ്പുകാരൻ മുങ്ങിയിട്ട് 7 ദിവസം കഴിയുന്നു. പറമ്പിൽ ബസാർ സ്വദേശിയും കമ്മത്ത് ലൈനിലെ നാഷണൽ ജ്വല്ലറി നടത്തിപ്പുകാരനുമായ ഷഹർസാനാണ് ഈ തട്ടിപ്പ് നടത്തിയത്. ടൗൺ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ജ്വല്ലറി വ്യാപാരികളെ കബളിപ്പിച്ച് നടത്തിയ വലിയ തട്ടിപ്പിൽ പ്രതി കാണാമറയത്ത് തുടരുന്നത് ആശങ്കയുണ്ടാക്കുന്നുമുണ്ട്. കോഴിക്കോട് നഗരത്തിലെ പ്രമുഖ സ്വർണ്ണ വ്യാപാര കേന്ദ്രമായ കമ്മത്ത് ലൈനിലാണ് വ്യാപാരികളെ ഞെട്ടിച്ച് തട്ടിപ്പ് നടന്നത്. തട്ടിപ്പ് നടത്തിയത് 10 വർഷത്തോളമായി കമ്മത്ത് ലൈനിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്ന വ്യക്തി തന്നെ. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കമ്മത്ത് ലൈനിലെ നാഷണൽ ജ്വല്ലറി നടത്തിപ്പുകാരനും പറമ്പിൽ ബസാർ സ്വദേശിയുമായ ഷഹർനാസ് കടക്കാരെ പറ്റിച്ച് സ്വർണവുമായി മുങ്ങിയത്. കടയിൽ വന്ന കസ്റ്റമർക്ക് മോഡൽ കാണിക്കാനാണ് എന്ന് പറഞ്ഞാണ് ഇയാൾ മറ്റു കടകളിൽ നിന്ന് സ്വർണം വാങ്ങിച്ചു കൊണ്ടുപോയത്. അടുത്തടുത്ത് നിരവധി കടകളുള്ളതിനാൽ കച്ചവടക്കാർ ഇങ്ങനെ സ്വർണം കൈമാറാറുണ്ട്. കമ്മത്ത് ലൈനിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു കടയിൽ ആഭരണങ്ങൾ കസ്റ്റമർ ആവശ്യപ്പെട്ട ആഭരണങ്ങൾ ഇല്ലെങ്കിൽ തൊട്ടടുത്ത കടയിൽ നിന്ന് അത് കാണിച്ചു കൊടുക്കും, അത് എടുത്തു കൊണ്ടുപോയി കൊടുക്കും. അത് അവർ സെയിലാക്കുകയാണെങ്കിൽ അത് ബില്ലടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അത് ഓർഡർ ആക്കുകയാണെങ്കിൽ അത് കാണിച്ച ആ സാധനങ്ങൾ ആഭരണങ്ങൾ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു വിശ്വാസ്യത പിടിച്ചു പറ്റിയിട്ട് ഈ സഫർനാസ് എന്ന് പറയുന്ന ആ കക്ഷി വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു വലിയ തട്ടിപ്പിന് ഇരയായിട്ടാണ് ഇപ്പോൾ കമ്മത്ത് ലൈനിലെ വ്യാപാരികളുള്ളത്. 11ഓളം വ്യാപാരികളുടെ കച്ചവടക്കാരുടെ അടുത്തു നിന്നും ഇവർ സ്വർണം കൈക്കലാക്കുകയും അതിനുശേഷം കൂടെ ഉണ്ടായിരുന്ന ആൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഈ സ്വർണം കൈക്കലാക്കിയിട്ട് ആ ഷോപ്പ് ഗ്ലാസ് ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇയാൾ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഈ വിശ്വാസം മുതലെടുത്താണ് ഷഹർനാസ് 11ലധികം കടകളിൽ നിന്ന് സ്വർണം കൈക്കലാക്കിയത്. ഇങ്ങനെ ഒരു കടയിലെത്തി ഷഹർനാസ് സ്വർണം കൈക്കലാക്കുന്നതിന്റെ CCTV ദൃശ്യവും പുറത്തുവന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും കൊണ്ടുപോയ സ്വർണവുമായി ഷഹർനാസ് തിരിച്ചെത്താതെ വന്നതോടെയാണ് മറ്റു കടകളിലുള്ളവർ അന്വേഷിച്ചെത്തിയത്. അപ്പോഴാണ് നിരവധി കടകളിൽ നിന്ന് ഇയാൾ സ്വർണം കൈക്കലാക്കിയതായി എല്ലാവർക്കും മനസ്സിലായത്. ഏകദേശം 118 പവനോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1,39 ലക്ഷത്തോളം രൂപ വില വരും. ഇതുവരെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കച്ചവടക്കാർ ആശങ്കയിലാണ്. അതുപോലെ തന്നെ വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്രയും വലിയൊരു തട്ടിപ്പിന് വ്യാപാരികൾ ഇരയാവുന്നത്. ഷഹർനാസിന്റെ കടയിലുള്ള ജീവനക്കാരൻ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് കൈക്കലാക്കിയ സ്വർണവുമായി ഇയാൾ മുങ്ങിയത്. ഇതോടെ ഉടമകൾ പോലീസിൽ പരാതി നൽകി. ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.